ജിയോ കമ്പനിയുടെ തൂണുകൾ സ്ഥാപിക്കുന്നതിലൂടെ പുനലൂർ നഗരസഭയ്ക്ക് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായെന്ന് വിജിലൻസ് റിപ്പോർട്ട്. 360 രൂപയാണ് ഒരു പോസ്റ്റിന് നഗരസഭ ഒരു വർഷത്തേക്ക് വാടകയായി വാങ്ങിയത്. ഇതേ കമ്പനിയോട് കൊല്ലം കോർപ്പറേഷൻ വാങ്ങുന്നത് 560 രൂപ. 600 പോസ്റ്റുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകിയത് കരാറില്ലാതെ. സർക്കാരും നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിയും നടത്തിയ അന്വേഷണ റിപ്പോർട്ടറിന് ലഭിച്ചു. ദിലീപ് ദേവസ്യ നൽകും കൂടുതൽ വിവരങ്ങൾ. ദിലീപ് ദേവസ്യ, ഗുഡ് ഈവനിംഗ്. ജിയോ കമ്പനിയുടെ തൂണുകൾ സ്ഥാപിക്കുന്നതിൽ ഈ നഷ്ടമുണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ്? നഗരസഭയിൽ ഇതിനായി എങ്ങനെയാണ് ഈ രീതിയിൽ കരാറില്ലാതെയുള്ള അനുമതി അടക്കം കാര്യങ്ങൾ പോയത്? സുജിയ, വെരി ഗുഡ് ഈവനിങ്. ജിയോ പോലുള്ള ഒരു കുത്തക കമ്പനിയെ സഹായിക്കുന്ന നിലപാടാണ് പുനലൂർ നഗരസഭയിൽ ഉണ്ടായത്. അതായത് 360 രൂപ ആണ് ഒരു പോസ്റ്റിന് പുനലൂർ നഗരസഭയിൽ വാടക നൽകിയത്. അതേ പോസ്റ്റിന് കൊല്ലം കോർപ്പറേഷനിൽ എത്തുമ്പോൾ 560 രൂപ, അതായത് 360 രൂപ തന്നെയായിരുന്നു കൊല്ലം കോർപ്പറേഷനിലും ഇവർ വെച്ചിരുന്നത്. പക്ഷേ ഇത് വില പേശി 560 രൂപയിലേക്ക് കൊല്ലം കോർപ്പറേഷൻ എത്തിച്ചപ്പോൾ യാതൊരു വില പേശലുമില്ലാതെ ഈ ജിയോ കമ്പനി പറഞ്ഞ അതേ തുകയ്ക്ക് തന്നെ പുനലൂർ നഗരസഭയിൽ കൊടുക്കുന്നു. അതും കൗൺസിലിൻ്റെ അനുമതി ഇല്ലാതെ സെക്രട്ടറി നേരിട്ട് ഈ ജിയോ കമ്പനിക്ക് നൽകുന്നു. അത് എഗ്രിമെൻ്റ് പോലും ഇല്ലാതെ 2022 ഇത്തരത്തിൽ ജിയോ കമ്പനിക്ക് 360 രൂപ വാടകയ്ക്ക് ഒരു പോസ്റ്റിന് വെച്ച് നൽകുന്നത്. അത് എഗ്രിമെൻ്റ് ഇല്ലാതെ ആകുമ്പോൾ ഇതിന് വർഷാവസാനം ഒരു പോസ്റ്റിന് 5% നിരക്കിൽ വില കൂട്ടുക പതിവാണ്. അത് കൊല്ലം കോർപ്പറേഷൻ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ പുനലൂർ നഗരസഭയിൽ അത്തരത്തിൽ ഒരു ഇൻക്രിമെൻ്റ് പോലും ഇല്ലാതെ ഈ വഴിവിട്ട തരത്തിൽ ജിയോ കമ്പനിയെ സഹായിക്കുന്ന നിലപാടുണ്ടായി. പ്രതിപക്ഷം ഇതിനെ തുടർന്ന് പരാതി നൽകുകയും അത് ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കുകയും വലിയ തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി ഇത് അന്വേഷിക്കുകയും അതിൽ നിന്ന് പുനലൂർ നഗരസഭയ്ക്ക് വീഴ്ച സംബന്ധിച്ചായിട്ടുള്ള റിപ്പോർട്ട് ലഭിച്ചു. ആ റിപ്പോർട്ടിൻ്റെ പകർപ്പും റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഇനി വിജിലൻസ് ഈ കേസെടുത്ത് FIR ഇട്ട് അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ജിയോ പോലുള്ള ഒരു കമ്പനിയെ സഹായിക്കുന്ന നിലപാടാണ് ഈ പുനലൂർ നഗരസഭ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു പോസ്റ്റിന് 360 രൂപ വെച്ച് 600 പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിന് കൗൺസിലിന്റെ അംഗീകാരമില്ലാതെ ആരോടും കൂടിയാലോചന സ്ഥാപിക്കാൻ അനുമതി നൽകിയതിലാണ് കൃത്യമായ കുറ്റം ഉള്ളതായി, ലക്ഷങ്ങളുടെ നഷ്ടം വന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ദിലീപ് ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്.